ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് ഇവിടെ നല്ലൊരു അടിപൊളിയൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പച്ചരി കുതിർക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് മറന്നു പോയെങ്കിലും നമുക്ക് ഒരു വഴിയുണ്ട്. നമ്മുടെ അപ്പത്തിൻ്റെയും പൊടിയുണ്ടല്ലോ, അതെടുത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ അവിലും ഉഴുന്നും കൂടി ഒരുമിച്ചിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 250 വരുന്ന ഒരു കപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് ഡബിൾ ഹോഴ്സിൻ്റെ അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെയും പത്തിരിപ്പൊടിയുടെയൊക്കെ മാവാണ് എടുത്തേക്കുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 250 ഒരു കപ്പ് അവിലുമാണ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് 500 1 കിലോ മാവാണ്, അത് 1/2 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്ര എല്ലാം കൂടി എടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂണിട്ട് കറക്കിയതിന് ശേഷം കുറച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് എളുപ്പത്തിന് തന്നെ നല്ല അടിപൊളി ഒരു അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു, ദാണ്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് രാവിലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ആണ്ടേ അപ്പത്തിൻ്റെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 അപ്പത്തിന് വേണ്ടി ചുടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ 2 അപ്പം ചുട്ട് കാണിച്ചു തരാം. ഒരു ചെറിയ കിണ്ണത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അപ്പം ചുട്ട് കൊടുക്കാം. അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വളരെയധികം എളുപ്പമാണ്. പെട്ടെന്ന് പച്ചരി കുതിർക്കാൻ വെച്ചില്ലെങ്കിൽ നമുക്ക് അവയിലും ഉഴുന്നും കൂടി ഇച്ചിരി ഒന്ന് കുതിർന്ന് വരുമ്പം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് അരച്ചെടുക്കാം. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും 8 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരപ്പം ചുട്ടെടുക്കാം. ഇതിപ്പോൾ ആദ്യത്തെ ഒരപ്പമാണ്. ഇനി 2ാമത്തെ അപ്പം ചുടുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് അപ്പം വരുന്നത്. നിങ്ങൾക്ക് മൊരിഞ്ഞ അപ്പം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി സൈഡൊക്കെ മൊരിഞ്ഞ അപ്പമാണ്. ആദ്യം കാണിച്ച ഫോട്ടോയില്ലേ, അതേപോലെ വരും. അപ്പം 2ാമത്തെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ മെയിനായിട്ട് കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ നമ്മൾ അപ്പച്ചട്ടി എപ്പോഴും നല്ല ചൂടായിട്ടിരിക്കും. ചൂട് സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴേ നല്ലതുപോലെ വരത്തുള്ളൂ. വേണ്ട, ഇതാണ് അപ്പം. എനിക്ക് ഈ അപ്പമാണ് ഭയങ്കര ഇഷ്ടം. ഇതേപോലെ ഇരിക്കണം അപ്പം, സൈഡൊക്കെ നല്ല മൊരിഞ്ഞ്, എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെള്ള അപ്പം പോലെ ആക്കിയെടുക്കാം. നമ്മളപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് തേങ്ങയോ വേറെ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പും സോഡാപ്പൊടിയും അവിലും പിന്നെ ഉഴുന്ന്, ഇതൊക്കെയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.